നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ട്രായുടെ പുതിയ കേബിൾ നിയമത്തെ പറ്റിയിട്ട്. 100 ചാനൽ 153 രൂപയ്ക്ക് കൊടുക്കണമെന്നുള്ളതാണ് പുതിയ നിയമം. അപ്പോൾ ഇത് വന്നപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് നമ്മളെ കേബിൾ ബില്ല് കുറയുമെന്നുള്ളതാണ്. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ കേബിൾ ബില്ല് കൂടുകയാണ് ചെയ്തത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ആക്ടിവേറ്റ് ചെയ്യുന്നത് അവർ തന്നിരിക്കുന്ന പ്ലാനാണ്. ആരും തന്നെ സ്വയം പ്ലാന് സെലക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചാനൽ സെലക്ട് ചെയ്തിട്ട് കേബിൾ ബില്ല് കുറയ്ക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. നമുക്ക് ചാനൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ആപ്പിൽ നിന്നും ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ടി വിയിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. അത് ഞാൻ പറയാൻ പോകുന്നത് ആപ്പിൽ നിന്ന് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ എയർടെലിൻ്റെ കണക്ഷനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എയർടെലിൻ്റെ ആപ്പിൽ നിന്നാണ് ചെയ്യുന്നത്. ഏകദേശം എല്ലാ ആപ്പിലും ഇതുപോലെയൊക്കെ തന്നെയാണ് സെറ്റിങ്സ് വരുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പ് തുറന്നാൽ ഫസ്റ്റ് നമ്മളിത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ 3 ഡോട്ടുള്ള ഇവിടെ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ട് എന്നുള്ളതുണ്ടാവും. ആഡ് അക്കൗണ്ട് കൊടുക്കുക. ആഡ് അക്കൗണ്ട് എന്ന് കൊടുത്താൽ നമ്മുടെ DTH നമ്പർ കൊടുക്കുക. ഇവിടെ പ്രീപെയ്ഡ് എന്നുള്ളത് മാറ്റിയിട്ട് DTH എന്നാക്കുക. എന്നിട്ട് DTH നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ട് ഇതിലോട്ട് ആഡ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാം മൈ അക്കൗണ്ട് എന്നുള്ളിടത്ത് നമ്മുടെ DTHൻ്റെ നമ്പർ. അത് ഓപ്പൺ ചെയ്താൽ മൈ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ തുറന്നാൽ കണക്ഷൻസ് എന്നുള്ളതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ താഴത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മൈ OP എന്നുള്ളതിൻ്റെ താഴെ ചേഞ്ച് പ്ലാൻസ് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഒരു കൺഫർമേഷൻ ചോദിക്കുന്നതാണ് പ്ലാന് ചേഞ്ച് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ചേഞ്ച് പ്ലാൻ എന്ന് കൊടുത്താൽ അപ്പോൾ നമ്മുടെ പ്ലാൻസ് വരും. അപ്പോൾ എയർടെൽ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് പ്ലാൻസ് നമുക്ക് വരും. ഫസ്റ്റ് കാണിക്കുന്നത് 364 രൂപയുടെ ഒരു പ്ലാനാണ്. ഏറ്റവും കുറഞ്ഞത് കാണിക്കുന്നത് 180 രൂപയുടെ ഒരു പ്ലാനാണ്. ആ പ്ലാന് ടാക്സ് കൂടാതെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ടൊന്ന് എടുത്ത് നോക്കിയാൽ കാണാം ടാക്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് വരുമ്പോൾ 333 വരുന്നത്. അതായത് ബേസിൽ ഏറ്റവും കുറഞ്ഞത് കാണിക്കുന്ന ഇതിന് തന്നെ നമുക്ക് 333 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ അവർ കാണിച്ചു തരുന്ന പ്ലാന് സെലക്ട് ചെയ്യാതെ നമുക്ക് നമ്മുടെ ഇതായിട്ടുള്ള ചാനൽ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ മുകളിൽ നോക്കിയാൽ കാണാം ഇവിടെ സൈഡിൽ അലാകാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഓരോരോ ചാനൽസ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നുണ്ട് ബംഗാളി, ഭോജ്പുരി, ഡിവോഷണൽ. ഇതൊന്നും കാണാത്തോണ്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. ഇംഗ്ലീഷ് മൂവീസ്, അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് മലയാളമാണ്. മലയാളം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏഷ്യാനെറ്റ് പ്ലസ് ഒക്കെ 5 രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചു TV ഒക്കെ 5 രൂപ വരുന്നുണ്ട്. നമുക്ക് പൈസയൊന്നും ഇല്ലാത്തത് സെലക്ട് ചെയ്താൽ തന്നെ കാണാൻ കുറേ ചാനൽസ് ഉണ്ട്. ഫ്ലവേഴ്സ് ഉണ്ട്, മഴവിൽ മനോരമ ഉണ്ട്, അതുപോലെ തന്നെ കൈരളി വി, അങ്ങനെ കുറേ ചാനൽസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റും സൂര്യൊന്നും നിർബന്ധം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഈ ഒരു ചാനൽസ് എല്ലാം കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ടോട്ടൽ പൈസ വന്നിരിക്കുന്നത് ഇൻക്ലൂഡിങ് ടാക്സ് 153 രൂപ മാത്രമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് മാത്രമല്ല, നിങ്ങൾക്ക് സൂര്യ ഏഷ്യനെറ്റും കൂടി വേണം. കാരണം ചില സീരിയൽസൊക്കെ നിങ്ങൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കാണാം ഞാൻ സൂര്യയും ഏഷ്യനെറ്റും കൂടി സെലക്ട് ചെയ്തു. സൂര്യയും ഏഷ്യനെറ്റും കൂടി സെലക്ട് ചെയ്തപ്പോൾ ടാക്സും കൂടി കൂട്ടിയിട്ട് 190 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്താൽ നമ്മൾ കാണുന്ന ചാനൽസ് മാത്രം സെലക്ട് ചെയ്താൽ കേബിളിൻ്റെ പൈസ നമുക്ക് മാക്സിമം കുറയ്ക്കാവുന്നതാണ്. നമ്മൾ കാണാത്ത തെലുങ്ക് ചാനൽസും അതും ഇതൊക്കെ നമ്മൾ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കാണുന്ന ചാനൽസ് മാത്രം സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ക്രിക്കറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഏത് ചാനലിലെ കളി എന്ന് വെച്ചാൽ ആ ചാനൽ മാത്രം ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മാത്രം പൈസ ഇതിലോട്ട് കൂടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആപ്പിൽ ചെയ്യേണ്ട TV മാത്രം ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ എയർടെലിൻ്റെ കാര്യമാണെങ്കിൽ 998 എന്നുള്ള ചാനലാണ്. ആ ഒരു ചാനൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ആ ചാനൽ ഓപ്പൺ ആവും. എന്നിട്ടൊരു 3-4 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ഇത് വരും. അപ്പോൾ നമുക്ക് മറ്റേ ആപ്പത്തെ പോലെ തന്നെ കാണാം ചേഞ്ച് പ്ലാൻ എന്നുള്ള ഓപ്ഷൻസൊക്കെ. അപ്പോൾ ചേഞ്ച് പ്ലാൻ എന്നുള്ളത് നമ്മൾ ഞെക്കിയാൽ ആപ്പത്തെ പോലെ അവർ റെക്കമെൻഡേഷനും മേക്ക് യുവർ ഓൺ പ്ലാനും എന്നുള്ള 2 ഓപ്ഷൻസ് വരും. അവർ റെക്കമെൻഡേഷൻ ഞെക്കിയാൽ ആപ്പത്തെ പോലെ തന്നെയാണ് ആ പ്ലാൻസൊക്കെ കാണിക്കും. നമുക്ക് ചെയ്യേണ്ടത് മേക്ക് യുവർ ഓൺ പ്ലാൻസ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാനൽ അധികം സെലക്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല.
ജസ്റ്റ് ഒരു 2-3 ചാനൽ ഞാൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ളത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ വരും, ടോട്ടൽ എത്ര രൂപയായി എന്നുള്ളത്. ഇപ്പോൾ 175 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിയിലൊരു ക്യു ആർ കോഡിൻ്റെ ഒരു ബാർ കോഡ് കാണാം. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ആപ്പ് ഉണ്ട്, ക്യു ആർ കോഡ് റീഡർ എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ജസ്റ്റ് ഒന്ന് തുറക്കുക. ആ ആപ്പ് തുറന്നാൽ ആ ക്യാമറ ഓൺ ആവും. ഈ ഒരു ബാർകോഡ് അതിൻ്റെ നേരെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെസ്സേജ്, നമ്മുടെ മെസ്സേജ് എന്നുള്ള അതിൽ ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് നമ്മൾ ജസ്റ്റ് സെൻഡ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അവർക്ക് ഇത് സെൻഡായിട്ട് നമ്മുടെ പുതിയ പ്ലാൻ ആക്ടിവേറ്റ് ആവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ആ ബോക്സിൽ കാണുന്ന ആ മെസ്സേജ് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് സെൻഡ് ചെയ്ത് കൊടുത്താലും മതി.